ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ മസാല പുരട്ടി വെച്ചു. മുളകും പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, പിന്നെ പുതിനയിലയും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ മസാല പുരട്ടിയിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തന്നെ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കറി കിട്ടും. പിന്നെ നമ്മൾ കണ്ട പുതിനയില നമ്മുടെ വീട്ടിലുണ്ടായ പുതിനയില കേട്ടോ, അതാണ് കേട്ടോ നമ്മളിവിടെ കറി വെക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഓയിലുണ്ടല്ലോ, ആ ഓയിലിലാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവാളയൊക്കെ ഇട്ടിട്ട് കറിയുടെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓയിൽ വേണം നമ്മളിത് വെക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഓയിലിൽ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവാളൊക്കെ വഴറ്റിയാൽ, അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാനിതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ പുതിനയില ഇട്ട് കൊടുത്തത് അതിനൊരു നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റിൽ തന്നെ കുറച്ച് ഇല ഇട്ട് കൊടുത്തത്. പിന്നെ സവാള ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം ലാസ്റ്റിലാണ് ഞാൻ കുറച്ചും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുള്ളൂ. അതിന് മുന്നേ ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ നമ്മൾ മസാല പുരട്ടി വെച്ചതിന് ുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു സവാളയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വന്നതിൽ നിന്ന് കുറച്ച് ലേശം ഞാനൊന്ന് മാറ്റി വെക്കും കേട്ടോ. പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ പൊടികൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു വലിയ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അത്രയും അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, എന്നിട്ട് ഞാൻ ലേശം ഗരം മസാലപ്പൊടി ഇട്ടു. കറിക്കനുസരിച്ചുള്ള ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നത്. നന്നായിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് അത് അരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ലേശം കുറച്ച് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ നമ്മൾ മസാല അടിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ട് കൊടുത്ത് നമുക്ക് കറി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ കറി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ്